നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിൽ കാർ ഇടിച്ചു കയറി 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അയാൻ ഷ്നാദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തിരുവനന്തപുരം നിയമം ശാന്തിവിള ശാസ്താം ലൈനിൽ നാഗമ്മൽ വീട്ടിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശബരിനാഥിന്റെയും പാലാ പോളിടെക്നിക് അധ്യാപിക ആര്യ മോഹന്റെയും മകനായ എസ് അയാൻ ഷ്നാദാണ് മരിച്ചത്. പാലാ പോളിടെക്നിക് അധ്യാപികയായ അമ്മ ആര്യ മോഹൻ പരിക്കുകളോടെ മാർസ്ലീവ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകട സമയത്ത് അമ്മയുടെ മടിയിൽ നിന്ന് പാല് കുടിക്കുകയായിരുന്നു അയാൻ. ശനിയാഴ്ച വൈകിട്ട് 3-ന് വാഗമൺ വഴിക്കടവിൽ കുരിശുമലയിലേക്ക് തിരിയുന്ന റോഡിനും ബസ് സ്റ്റാൻഡിനും സമീപത്തുള്ള സ്വകാര്യ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലായിരുന്നു അപകടം. കുട്ടിയുടെ അച്ഛൻ ശബരിനാഥ് അവധിക്കെത്തിയപ്പോൾ കുടുംബസമേതം വാഗമൺ കാണാനെത്തിയതായിരുന്നു. കാർ ഇവിടെ നിർത്തിയിട്ട് ചാർജ് ചെയ്യുകയായിരുന്നു. കുട്ടിക്ക് പാൽ നൽകുന്നതിനായി ആര്യ രണ്ടാമത്തെ ചാർജിംഗ് പോയിന്റിന് സമീപത്തേക്ക് മാറിയിരുന്നു. ഇതിനിടയിൽ ചാർജ് ചെയ്യുവാനെത്തിയ മറ്റൊരു കാർ ഇവിടേക്ക് കയറ്റും വഴി ഇവരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ ചെറുപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വൈകിട്ട് 7 മണിയോടെയാണ് കുട്ടി മരിച്ചത്. എറണാകുളത്തുള്ള അഭിഭാഷകനാണ് അപകടമുണ്ടാക്കിയതെന്നാണ് വിവരം. അയാൻ ഷ്നാദ് പാലാ ബ്ലൂമിംഗ് ബഡ്സിലെ LKG വിദ്യാർത്ഥിയാണ്. പാലായിലായിരുന്നു താമസം. പുതിയ കാറിലെ കന്നി യാത്രയാണ് ഈ ദുരന്തത്തിൽ കലാശിച്ചത്. മരിച്ച 4 വയസ്സുകാരൻ അയാന്റെ കുടുംബം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നിയമം ശാന്തിവിള ശാസ്താം നഗറിലെ നാഗമ്മാൾ ഹൗസിൽ നിന്ന് പുറപ്പെട്ടത്. പുതുതായി വാങ്ങിയ ഇലക്ട്രിക് കാറിലെ വിനോദയാത്രയ്ക്കിടെയായിരുന്നു അപകടം. കാർ ചാർജ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അയാനും അമ്മ ആര്യയ്ക്കും നേരെ മറ്റൊരു കാർ പാഞ്ഞു കയറിയത്. വാഗമൺ സന്ദർശിച്ച ശേഷം ആര്യയും അയാനെയും പാലായിലെ വീട്ടിലാക്കിയതിനു ശേഷം മടങ്ങാനായിരുന്നു തീരുമാനം. അയാന്റെ അച്ഛൻ ശബരിനാഥ് ആക്കുളം എയർഫോഴ്സ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥനാണ്. ശബരിനാഥിന്റെ അച്ഛൻ റിട്ടയർഡ് KSRTC ഉദ്യോഗസ്ഥൻ സിന്ദൂരും ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്നു. ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന ശബരിനാഥിന് 1 വർഷം മുൻപാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റം കിട്ടിയത്. പാലായിലെ പോളിടെക്നിക്കിൽ അധ്യാപികയായ ആര്യയ്ക്കൊപ്പമായിരുന്നു അയാനും. 1 വർഷം മുൻപാണ് ആര്യയ്ക്കും ജോലി ലഭിച്ചത്. അവധി ദിവസങ്ങളിൽ ആര്യയും കുഞ്ഞ് അയാനും ശാസ്താം നഗറിലെ വീട്ടിലെത്തിയിരുന്നു. വലിയ ശാല സ്വദേശികളായ ഇവർ 15 വർഷം മുൻപാണ് ശാന്തിവിള ശാസ്താം നഗറിൽ താമസമാക്കിയത്. അയാൻ അയൽവാസികൾക്കെല്ലാം പരിചിതനായിരുന്നു. അയാൻ ഇനിയില്ലെന്നത് ഉൾക്കൊള്ളുവാൻ സമീപവാസികൾക്കും കഴിയുന്നില്ല. വിനോദയാത്ര പോകുമ്പോൾ അയാൻ പരിസരവാസികളോട് യാത്ര പറഞ്ഞിരുന്നു. പാലായിലെ വീടിനടുത്തുള്ള ഡേ സ്കൂളിൽ പോയി തുടങ്ങിയതിന്റെ വിശേഷങ്ങളും അയാൻ സമീപവാസികളുമായി പങ്കുവച്ചു. വാഗമൺ വഴിക്കടവിൽ വൈദ്യുത വാഹന ചാർജിംഗ് സ്റ്റേഷനിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ വൈദ്യുതി പ്രവഹിച്ചുള്ള അപകടം ഒഴിവാവുകയായിരുന്നു. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യുവാനാകുന്ന സൗകര്യമാണ് ഈ സ്റ്റേഷനിലുള്ളത്. ഇതിൽ ഒന്നിൽ ഒരു വാഹനം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ കാർ തൊട്ടടുത്ത ചാർജിംഗ് പോയിന്റിലേക്ക് കയറ്റുന്നതിനിടയിലാണ് അപകടം. ചാർജിംഗ് പോയിന്റിലേക്ക് വാഹനം ഇടിച്ചു കയറിയാൽ ചാർജിംഗ് സ്റ്റേഷന് തകരാർ സംഭവിക്കുകയും വൈദ്യുതി പ്രവഹിക്കുകയും ചെയ്യുവാനുള്ള സാധ്യത ഏറെയാണ്. 30 കിലോവാട്ട് വൈദ്യുതിയാണ് ഒരേ സമയം ഈ ചാർജിംഗ് പോയിന്റിലൂടെ കടത്തിവിടുന്നത്. വൈദ്യുതി DC ആകുന്നതിന് മുൻപുള്ള ഭാഗത്താണ് ഈ അപകടമുണ്ടാകുന്നതെങ്കിൽ അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ്. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ചെയ്തിരുന്നതെങ്കിലും വാഹനങ്ങൾ ശക്തമായി ഇടിച്ചു കയറിയാൽ ഇതിലുള്ള തകരാർ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മേൽക്കൂരയ്ക്കായി നിർമ്മിച്ച തൂണിലിടിച്ച കാർ കസേരയിൽ ഇരിക്കുകയായിരുന്ന ആര്യയും മകൻ 4 വയസ്സുകാരൻ അയാൻ ഷ്നാദിനെയും ഭിത്തിയോട് ചേർത്താണ് ഇടിച്ചു നിന്നത്. കാറിനരികിൽ നിൽക്കുകയായിരുന്ന ശബരിനാഥ് ഓടിയെത്തി അപകടമുണ്ടാക്കിയ കാർ പിന്നോട്ടെടുക്കുവാൻ കൈകൂപ്പി അപേക്ഷിക്കുന്ന CCTV ദൃശ്യം നൊമ്പരമായി മാറി. അപകടമുണ്ടായതിനു ശേഷവും കാർ വീണ്ടും മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ചക്രങ്ങൾ ഉരുളുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പിന്നെ വണ്ടി അവൻ കാല് പിന്നെയും കൊടുത്തു. അത് അറിയാണ്ട് കാല് ഇതായി പോകുന്ന കാല് ആക്സിലേറ്റർ ആയി പോവാ തന്നെ. അങ്ങേ സൈഡിലെ ക്യാമറ കാണാൻ വഴിയുണ്ടോ? ഇല്ല, അവിടെ ഇല്ല. കൊച്ചിന് കുഴപ്പമില്ല. കൊച്ചിനെ സൈഡിലോട്ട് മാറ്റിയായിരുന്നു. പുള്ളിക്കാരി കൊച്ചിനെ സൈഡിലോട്ട് മാറ്റിയായിരുന്നു. പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് കൊച്ചു തെറിച്ചു പോയി. ഡ്രൈവർ വീട്ടിൽ പോയാ? അതെ, അല്ല അവിടെ ജീപ്പ് കിടക്കുമായിരുന്നല്ലോ. ഈ പെണ്ണല്ലേ? പുള്ളിക്കാരെ ഒന്ന് പിടിക്കാൻ കൂടി ആദ്യം. ഒന്നൊരു
നമുക്ക് റിവേഴ്സ് ഇട്ടൊന്നുകൂടെ നോക്കാം. ഇതിനിടെ തന്നെ മറ്റൊരു സംഭവത്തിൽ കാർ പൊട്ടിത്തെറിച്ച് 2 കുഞ്ഞുങ്ങൾ പാലക്കാട് പൊൽപ്പുള്ളിയിൽ മരിച്ച സംഭവത്തിൽ പെട്രോൾ ടാങ്കിലേക്ക് തീ പടർന്നതാകാം അപകട കാരണമെന്ന നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് ഇന്ധനം വീണിരിക്കാമെന്നും വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്ക് ഉണ്ടായി തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്നതാകാമെന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട്. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പരിശോധിക്കുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2002 മോഡൽ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 6 വയസ്സുകാരൻ ആൽഫ്രഡ്, 4 വയസ്സുകാരി എമലീന എന്നിവരുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ പിന്നീട് തീരുമാനിക്കും. ഇവർക്കൊപ്പം പരിക്കേറ്റ അമ്മ എൽസിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 40% പൊള്ളലേറ്റ മൂത്ത മകളും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൽസിയുടെ അമ്മ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് പുറത്തു പോകുന്ന സന്തോഷത്തിലാണ് ഈ കാറിൽ കുട്ടികളടക്കം കയറിയത്. കാർ ഓടിക്കുന്ന അമ്മയ്ക്കൊപ്പം മുൻ സീറ്റിൽ ചേച്ചിയിരുന്നപ്പോൾ മുത്തശ്ശിക്കൊപ്പം പുറകിലിരിക്കാനാണ് ആൽഫ്രഡും എമിൽ മേരിയും കാറിന്റെ പിൻസീറ്റിൽ കയറിയത്. എല്ലാവരും പുറത്തിറങ്ങി കാറിൽ കയറിയപ്പോൾ മുത്തശ്ശി ഡേസി വീടിന്റെ വാതിൽ പൂട്ടുവാനായി നിന്നു. ഇതിനിടയിലാണ് കാറിൽ കയറിയ എൽസി വാഹനം സ്റ്റാർട്ട് ചെയ്തതും അപകടമുണ്ടാകുന്നതും. 3 മാസം മുൻപുണ്ടായ അപകടത്തിൽ എൽസിയുടെ കൈ ഒടിഞ്ഞു നിന്നു. ഇത് ഭേദമായി വന്നപ്പോഴാണ് അസുഖം മൂർച്ഛിച്ച് ഭർത്താവ് മാർട്ടിൻ കുടുംബത്തോട് വിട പറഞ്ഞത്. ഇത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കകം എൽസിക്ക് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങിയതിന്റെ 2ാം നാളാണ് നാടിനെ ആകെ നടുക്കിയ ഈ ദുരന്തം സംഭവിച്ചത്. ശരീരം എരിഞ്ഞു നീറുമ്പോഴും തന്റെ മക്കളെ രക്ഷിക്കുവാനായിരുന്നു എൽസിയുടെ ശ്രമം. എന്നാൽ ചികിത്സയും പ്രാർത്ഥനയും ഫലം കാണാതെ 2 കുഞ്ഞുങ്ങളെ വിധി തട്ടിയെടുത്തു. കത്തിയെരിയുന്ന അഗ്നിയെ മറികടന്ന് കാറിനുള്ളിൽ തന്റെ പിഞ്ചോമനകളെ എടുത്ത് സമീപത്തെ പുൽത്തകിടിയിലേക്ക് ഇടുന്നതിനിടെ എൽസിയുടെ ശരീരമാകെ തീ പടർന്നു കയറിയിരുന്നു. നാട്ടുകാർ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ശരീരമാസകലം പൊള്ളലേറ്റ നിലയിൽ എൽസി കത്തുന്ന കാറിനടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നതാണ്. എൽസിയുടെ ശരീരത്തിലെ തീ അണച്ച നാട്ടുകാർ പിന്നീടാണ് ഗുരുതരമായ പൊള്ളലേറ്റ നിലയിൽ കുട്ടികളെ കണ്ടെത്തിയത്. മക്കളെ വിധി കവർന്നെടുത്തത് അറിയാതെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എൽസി. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ഉണ്ടായ അപകടത്തിൽ 60% പൊള്ളലേറ്റ എമിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2:25-നും 75% പൊള്ളലേറ്റ ആൽഫ്രഡ് 3:15-നുമാണ് മരിച്ചത്. ഇവരുടെ അമ്മ എൽസിയും 35% പൊള്ളലേറ്റ മൂത്തമകൾ അലീനയും കൊച്ചിയിൽ ആശുപത്രിയിലാണ്. അലീനയും രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റ മുത്തശ്ശി ഡേസി അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ 1.5 മാസം മുൻപാണ് രോഗം മൂലം മരിച്ചത്. 2 മാസമായി കാർ ഉപയോഗിച്ചിരുന്നില്ല. സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി എൽസി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി മക്കളുമായി പുറത്തു പോകുവാൻ കാർ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് തീ പിടിച്ചത്. ആൽഫ്രഡ് പോൽപ്പുള്ളി KVM UP സ്കൂളിൽ 1ാം ക്ലാസ്സിലും എമിൽ മെരിയ അതേ സ്കൂളിലെ UKGയിലുമാണ് പഠിക്കുന്നത്. അട്ടപ്പാടി താവളം സ്വദേശികളായ അവർ 5 വർഷം മുൻപാണ് പൊൽപ്പുള്ളി പൂളക്കാട് താമസമാക്കിയത്. എൽസിയുടെ നാടായ അട്ടപ്പാടിയിൽ താവളം പള്ളി സെമിത്തേരിയിൽ മക്കളുടെ സംസ്കാരം നടത്തുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.